സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവവചനം ഔഷധമാണ് എന്നതിനെക്കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം തിരുലിഖിതം. അന്ന് സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അനേകം രോഗികൾക്ക് സൗഖ്യം ലഭിച്ച ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ 1-2 നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ഷാൻഡി. ഞാൻ ഒമാനിലുള്ള ദിബ്ബ എന്ന സ്ഥലത്ത് നേഴ്സായി ജോലി ചെയ്യുന്നു. എൻ്റെ ജീവിത പങ്കാളിയുടെ അമ്മ വയറ്റിൽ കുറേ നാളായി വേദനയുമായി പുളയുകയായിരുന്നു. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 2009 ഫെബ്രുവരിയിൽ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പോൾ വൻകുടലിൻ്റെയും ചെറുകുടലിൻ്റെയും ഇടയ്ക്ക് ഒരു മുഴയുണ്ട്. അത് ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സിക്ക് വിടണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഞങ്ങളാകെ വിഷമിച്ചു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുന്ന വചന ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കുചേർന്നു. ഞങ്ങൾ ഒന്നിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അമ്മയെ ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്തു. 2:30 മണിക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. അമ്മയെ അനസ്തേഷ്യ കൊടുത്ത് ലാപ്രോസ്കോപ്പി ചെയ്തു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ കണ്ട നിമിഷമായിരുന്നു അത്. ആ മുഴ അവിടെ കാണാനില്ല. ഡോക്ടർമാർ പറഞ്ഞു, എന്തോ കുഴപ്പമുണ്ട്, ഒരു എൻഡോസ്കോപ്പിയും കൂടെ ചെയ്ത് നോക്കാം. വീണ്ടും എൻഡോസ്കോപ്പി ചെയ്തു. ആ മുഴ ഒരു തരി പോലും ഇല്ലാതെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഇനി ഓപ്പറേഷന് വേണ്ട, മെഡിസിനും വേണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർമാർ അമ്മയെ മടക്കി അയച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ടെലിവിഷൻ ചാനലിലൂടെ കുടുംബം മുഴുവനും വചനം കേട്ടിട്ട് പിറ്റേ ദിവസം ചെന്ന് ഓപ്പറേഷനുള്ള അനസ്തേഷ്യം കൊടുത്ത് നോക്കുമ്പോൾ മുഴ അവിടെ കാണാനില്ല. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ വൻകുടലിൻ്റെയും ചെറുകുടലിൻ്റെ ഇടയിലുണ്ടായിരുന്ന ആ വലിയ മുഴ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ വചനമയച്ച് കർത്താവ് സൗഖ്യപ്പെടുത്തി കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ഓരോ കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അത്ഭുത ശക്തി പ്രവഹിക്കുന്ന സമയമാണിത്. ഓരോ കുടുംബങ്ങൾക്ക് ദൈവത്തിൻ്റെ അത്ഭുത വചനശക്തി വ്യാപരിച്ച് സൗഖ്യങ്ങൾ സംഭവിക്കുന്ന സമയമാണിത്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ, വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ, തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തിയാൽ, അങ്ങയുടെ തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഇതാ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും എല്ലാ തരത്തിലുള്ള രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. കർത്താവേ, തടസ്സങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ, അന്ധകാര പീഡകൾ ഒഴിഞ്ഞു പോകട്ടെ. ഈ കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഈ കുടുംബങ്ങളുടെ
തകർച്ചയ്ക്കും പരാജയത്തിനും വേണ്ടി എത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നാരകീയ സേനകളും ദുരാത്മബാധകളും എല്ലാ തരത്തിലുള്ള അന്ധകാര വ്യൂഹങ്ങളും ദുഷ്ടാത്മ സേനകളും യേശുവിന്റെ നാമത്തിൽ കൂട്ടത്തോടെ വിട്ടൊഴിഞ്ഞ് 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 നിത്യനരകാഗ്നിയിലേക്ക് നിപതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. വചനം കേൾക്കുമ്പോൾ മടുപ്പുണ്ടാക്കുന്ന, വചനം കേൾക്കുമ്പോൾ ക്ഷീണം തോന്നിപ്പിക്കുന്ന, വചനം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് പോകണം തോന്നിപ്പിക്കുന്ന എല്ലാ അന്ധകാരത്തിലെ ദുർഭൂതങ്ങളെയും ഓരോ മകനിൽ നിന്നും ഓരോ മകളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. എന്നേക്കുമായി വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം മനുഷ്യരുടെ ശരീരത്തിന് ഔഷധമാണ് എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. 107 സങ്കീർത്തനം 20 വാക്യം പഠിപ്പിക്കുന്നു, അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി. രോഗത്തിൽ ഇരിക്കുന്നൊരു വ്യക്തിയെ, രോഗാണുവിൻ്റെ പീഡനിമിത്തം തകരുന്നൊരു ശരീരത്തെ ദൈവത്തിൻ്റെ വചനമയച്ച് സുഖപ്പെടുത്താൻ കഴിയണമെങ്കിൽ ആ വചനം രോഗാണുവിനെ നിർവീര്യമാക്കുന്ന ഔഷധ ശക്തിയാണ്. പാരമ്പര്യ രോഗങ്ങളെ പരിപൂർണമായും ശരീരത്തിൽ നിന്ന് നിർവീര്യമാക്കാൻ കഴിവുള്ള അത്ഭുത ശക്തിയാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ കാര്യത്തെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അടിസ്ഥാനപരമായ ഒരു ബോധ്യം കിട്ടിയ സംഭവം ഈ സമയത്ത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 1998-99 കാലഘട്ടം അട്ടപ്പാടിയിൽ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ചെറിയ ചെറിയ ധ്യാന ശുശ്രൂഷയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കാലം. അപ്പോൾ മലബാർ പ്രദേശത്ത് നിന്ന് ഒരു സഹോദരി ധ്യാനത്തിലേക്ക് വന്നു. ധ്യാനത്തിൻ്റെ 1-ാം ദിവസം കഴിഞ്ഞു, 2-ാം ദിവസം, 3-ാം ദിവസം കഴിഞ്ഞിട്ടും ഈ സഹോദരിക്ക് ഒരു അനുഭവം ഇല്ലാതെ വേഗാത്ത അരി കിടക്കണ പോലെ ഇങ്ങനെ മറ്റുള്ള എല്ലാവരും അനുഭവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ സഹോദരി മാത്രം ഇങ്ങനെ പെടച്ച് നടക്കുകയാണ്. ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കുകയല്ല, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയല്ല, നന്നായിട്ട് കൊന്ത ചെല്ലാൻ പറഞ്ഞാൽ കൊന്ത ചെല്ലുകയല്ല. ഇങ്ങനെ ഒരു പ്രാർത്ഥനാനുഭവം ഇല്ലാതെ സഹോദരി പെടച്ച് നടക്കുമ്പോൾ 3-ാമത്തെ ദിവസം ഞാൻ ആ സഹോദരി വിളിപ്പിച്ച് ഞാൻ ചോദിച്ചു, സഹോദരി, മറ്റുള്ള എല്ലാവരും പ്രാർത്ഥിക്കുമ്പം സഹോദരി മാത്രം ഒരു പ്രാർത്ഥനയില്ല, ഒരു ദൈവവിചാരം ഇല്ലാതെ ഈ ധ്യാനത്തിന് വന്നിട്ട് ഇങ്ങനെ പെടച്ച് നടക്കണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ സഹോദരി പറഞ്ഞ്, പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ട് വേണ്ടേ പ്രാർത്ഥിക്കാൻ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ഞാൻ ചോദിച്ചു, സഹോദരി എന്താ സഹോദരിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? സഹോദരി പറഞ്ഞു, അച്ഛാ, എനിക്ക് 2 വർഷമായി ബ്ലീഡിങ് രോഗം തുടങ്ങിയിട്ട് എനിക്കിരിക്കാനും അങ്ങനെയൊന്നും പറ്റുമൊന്നുമില്ല. ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു. ആ സഹോദരി പറഞ്ഞു, എനിക്ക് ദൈവത്തിലും മനുഷ്യരിലൊന്നും വിശ്വാസമില്ല. അങ്ങനെ സഹോദരി വികടചിന്തകൾ പറയാൻ തുടങ്ങി. ആ സഹോദരി അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ആ സഹോദരി പറഞ്ഞു, 2 വർഷമായി ബ്ലീഡിങ് രോഗം തുടങ്ങിയിട്ട് ഒരുപാട് ആശുപത്രികളിൽ പോയി, മെഡിക്കൽ കോളേജിൽ പോയി, എല്ലാ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അവസാനം പറഞ്ഞു, ഈ പ്രായമൊക്കെ ഇത്ര ആയില്ലേ, ഇനി ഇത് സഹിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് സൗഖ്യം കിട്ടാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോരേണ്ടി വന്നു. അതോടുകൂടി ഈ സഹോദരി പറഞ്ഞു, ഡോക്ടർമാരിലുള്ള വിശ്വാസം, മനുഷ്യരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. വീണ്ടും ആ സഹോദരി പറഞ്ഞു, ചിലർ പറഞ്ഞു പ്രാർത്ഥനക്കാരെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചാൽ രോഗം മാറുമെന്ന്. അങ്ങനെ ഞാൻ ആ നാട്ടിലുള്ള പല പ്രാർത്ഥനക്കാരെയും കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ച്, പക്ഷേ എൻ്റെ രോഗം മാറിയില്ല. അപ്പോൾ പ്രാർത്ഥനയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അങ്ങനെ ദൈവത്തിലും വിശ്വാസമില്ല, മനുഷ്യരിലും വിശ്വാസമില്ലാതെ ഈ സഹോദരി ഇങ്ങനെ ഒരു കല്ലിച്ച അവസ്ഥയിൽ ഇതാ നടക്കുകയാണ്. ഞാൻ ആ സഹോദരിയോട് ചോദിച്ച്, സഹോദരിക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ആ സഹോദരി പറഞ്ഞു, തീർച്ചയായും. കാരണം ഈ 2 വർഷമായി ബ്ലീഡിങ് നിമിത്തം ആ സഹോദരി ഒരുപാട് കഷ്ടം സഹിച്ചിട്ടുണ്ട്. സഹോദരി പറഞ്ഞു, തീർച്ചയായും. ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന വചനമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 20 മുതലുള്ള തിരുലിഖിതങ്ങൾ. എൻ്റെ മകനേ, എൻ്റെ മകളെ, നീ എൻ്റെ വാക്ക്, നീ എൻ്റെ മൊഴികൾക്ക് ചെവി തരിക. അവ
നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. അവ നിന്റെ ഹൃദയത്തിൽ നീ സൂക്ഷിക്കണം. എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ മുഴുവൻ ശരീരത്തിനും അത് ഔഷധവുമത്രേ. ഇറ്റ് ഈസ് മെഡിസിനൽ ടു ഓൾ യുവർ ഹെൽത്ത്. നിന്റെ മുഴുവൻ ശരീരത്തിനും അത് ഔഷധമാണ്. ദൈവത്തിൻ്റെ വചനം നിന്റെ മുഴുവൻ ശരീരത്തിനും ഔഷധമാണ്. ഇറ്റ് ഈസ് മെഡിസിനൽ ടു ഓൾ യുവർ ഹെൽത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹോദരി അത് വിശ്വസിച്ചു. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സഹോദരി വചന ഹോളിലേക്ക് പോവുക, അവിടെ ഇരിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ട് യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരിയുടെ ഈ രോഗം സുഖപ്പെടുത്താനുള്ള വചനത്തെ സ്വർഗത്തിൽ നിന്നും കർത്താവ് അയക്കും. അങ്ങനെ ആ സഹോദരി ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സിൽ പോയി എളിമപ്പെട്ടിരുന്നു. ആ സഹോദരിക്ക് ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ് എല്ലാം കേട്ടപ്പോൾ 1-2 വചനങ്ങൾ സഹോദരിയുടെ മനസ്സിലേക്ക് പതിഞ്ഞു. ആ വചനങ്ങൾ അപ്പോസ്തല പ്രവർത്തനം 16:31. കർത്താവായി യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സങ്കീർത്തന പുസ്തകം 37-7 കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവ്വം അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. ഈ 2 വചനങ്ങൾ സഹോദരിയുടെ മനസ്സിലേക്ക് കർത്താവ് സ്വർഗത്തിൽ നിന്ന് അയച്ചു കൊടുത്തു. സഹോദരി ആ 2 വചനങ്ങൾ ആഞ്ഞു പുലുകി സ്വീകരിച്ചു. സഹോദരി ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് 2 വചനം കിട്ടിയിട്ടുണ്ട്, 2 വചനം. ഞാൻ പറഞ്ഞു, ആ 2 വചനങ്ങൾ ഇനി എപ്പോഴും ആവർത്തിച്ച് റിപ്പീറ്റഡായി അത് ഉരുവിട്ടുകൊണ്ടിരിക്കണം. കർത്താവായി യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇത് ആവർത്തിച്ച് പറയുക. അതുപോലെ മറ്റേ 2-ാമത്തെ വചനം സങ്കീർത്തനം 37:7 കർത്താവിന് മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവ്വം അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. ഈ വചനവും ആവർത്തിച്ച് പറയുക. ആ സഹോദരി ആ സായാഹ്നം മുഴുവനും ഈ 2 വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു. രാത്രി ആരാധനയായി. ആരാധനയുടെ സമയം വന്നപ്പോൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച സമയത്ത് ഈ വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് യേശുവിലേക്ക് നോക്കി യേശുവേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ആ സമയത്ത് അൾത്താരയിൽ നിന്ന് കർത്താവ് ഈ സഹോദരി അരികിലേക്ക് വന്നു. ഈ സഹോദരി ഒഴിച്ചു, നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? സഹോദരി പറഞ്ഞു, തീർച്ചയായും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹോദരി ആ ക്ഷണം കർത്താവിൻ്റെ പാദത്തിലേക്ക് വീണ് തൻ്റെ മുഴുവൻ പാപങ്ങളും തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചകളും ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാൻ തക്കവണ്ണം കർത്താവിൻ്റെ അഭിഷേകം, അനുതാപത്തിൻ്റെ അഭിഷേകം ഈ സഹോദരിയുടെ മേൽ നിറഞ്ഞു. പിറ്റേ ദിവസം ഈ സഹോദരി ആഴമേറിയൊരു കുമ്പസാരം ചെയ്ത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തലേ രാത്രി തന്നെ 2 വർഷമായി ആ സഹോദരി അലട്ടിക്കൊണ്ടിരുന്ന ആ ബ്ലീഡിങ്ങിൻ്റെ രോഗപീഠ പരിപൂർണമായും അപ്രത്യക്ഷമായി. ആ സഹോദരി പിറ്റേ ദിവസം കുമ്പസാരം കഴിഞ്ഞ് ഓടി വന്നു. ആ സഹോദരി പറഞ്ഞു, അച്ഛൻ പറഞ്ഞ വചനങ്ങൾ എൻ്റെ മനസ്സിൽ കർത്താവ് പതിപ്പിച്ചെന്ന വചനങ്ങൾ ആവർത്തിച്ച് റിപ്പീറ്റഡായി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കർത്താവിനെ കാണാൻ എനിക്ക് പറ്റി. എൻ്റെ മുഴുവൻ പാപങ്ങളെക്കുറിച്ച് അനുതാപം എനിക്ക് കിട്ടി. എനിക്ക് നന്നായിട്ട് കുമ്പസാരിക്കാൻ സാധിച്ചു. എൻ്റെ രോഗവും സൗഖ്യപ്പെട്ടു. 4 അനുഗ്രഹങ്ങളാണ് ഒറ്റയടിക്ക് സഹോദരിക്ക് കിട്ടിയത്. കർത്താവിനെ കാണാൻ കൃപ കിട്ടി, അനുതപിക്കാൻ അഭിഷേകം ലഭിച്ചു, നല്ലൊരു കുമ്പസാരത്തിന് കർത്താവ് വഴി തുറന്നു കൊടുത്തു, രോഗവും സൗഖ്യപ്പെട്ടു. നോക്കുക, വചനം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ തടസ്സപ്പെട്ട് കിടന്നിരുന്ന എല്ലാ തടസ്സങ്ങളുടെ കെട്ടുകളും അഴിഞ്ഞു ജീവിതം അത്ഭുതങ്ങളുടെ ജീവിതമായി മാറിയത് ദൈവത്തിൻ്റെ എളിയ പൈതൽ വിവരിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഈ വചനത്തിൽ ഇത്രമാത്രം ശക്തി. ഈ വചനത്തിൽ സുഭാഷിതങ്ങൾ 4-20 കാണുന്നതിനാണ്, അത് നിന്റെ മുഴുവൻ ശരീരത്തിനും ഔഷധമാണ്, അത് ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ മുഴുവൻ ശരീരത്തിനും അത് ഔഷധവുമാണ്. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇത് ഷാലോം ചാനലിലുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തിക്കുണ്ടായ അനുഭവമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. എൻ്റെ പേര് സിസ്റ്റർ കുസുമോസ് CMC കാഞ്ഞിരപ്പള്ളി. എനിക്ക് ബെൽസ് പാൾസി എന്ന അസുഖം വന്നതിനെ തുടർന്ന് എൻ്റെ വലത് കണ്ണ് അടയ്ക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. അതിൻ്റെ ഫലമായി ലൈറ്റിൻ്റെ മുമ്പിൽ ഇരിക്കാനോ ഫാനിൻ്റെ മുമ്പിൽ ഇരിക്കാനോ പറ്റാത്ത വിധം ഞാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നു. വലിയൊരു മാരക പീഡയായിരുന്നു അത്. ഒരിക്കലും എൻ്റെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 13/9/2009 അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ
പങ്കെടുത്ത് യേശു ക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എൻ്റെ കോൺവെൻറ്റിലുള്ള എല്ലാ സിസ്റ്റേഴ്സും ഈ വചനങ്ങൾ കേട്ട് എന്നോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ പൂർണ്ണമായും അടയ്ക്കാൻ പറ്റുന്ന വിധം എൻ്റെ കണ്ണുകൾ സൗഖ്യപ്പെട്ടിരിക്കുന്നതാണ് കണ്ടത്. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ കണ്ണുകൾക്ക് ഒരു രോഗവും എന്നെ അലട്ടിയിട്ടില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു CMC കോൺവെൻറ്റിൽ നിന്ന് ഒരു സിസ്റ്റർ കണ്ണ് ഒരിക്കലും അടയ്ക്കാൻ പറ്റാത്ത വിധം ഒരു രോഗം വന്ന് അതിൻ്റെ വേദനയിൽ വചനം കേട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചൊരു സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം, ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൽ 12-ാം തിരുലിഖിതം, കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. യേശുവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ യേശുവിൻ്റെ അടുത്ത് പിശാച് ബാധിതരെയും രോഗികളെയും കൊണ്ടുവന്നപ്പോൾ യേശു ചെയ്തതും വചനമയച്ച് സുഖപ്പെടുത്തി എന്ന് തിരുലിഖിതങ്ങൾ കാണുകയാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം വാക്യം, അന്ന് സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. വചനം കേട്ടപ്പോൾ ഉണ്ടായ മറ്റൊരു അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ഷീജ, ഭർത്താവിൻ്റെ പേര് സണ്ണി. ഞങ്ങൾ UK-യിൽ താമസിക്കുന്നവരാണ്. 2009 നവംബർ മാസത്തിൽ മാഞ്ചസ്റ്ററിൽ വെച്ച് അട്ടപ്പാടി ടീമിൻ്റെ ഒരു ധ്യാനത്തിൽ ഞങ്ങൾ പങ്കെടുത്തു. എൻ്റെ ഭർത്താവ് സണ്ണിച്ചേട്ടന് 20-ാമത്തെ വയസ്സിൽ ഒരു മാരകമായ വീഴ്ചയെ തുടർന്ന് കഠിനമായ നടുവേദന തുടങ്ങി. ഇന്ന് വയസ്സ് 43. കഴിഞ്ഞ 23 വർഷമായി നടുവേദന കൊണ്ട് ക്ലേശിക്കുകയായിരുന്നു എൻ്റെ ഭർത്താവ്. ഒരു പാർട്ട് ടൈം ജോലി പോലും നടുവേദന നിമിത്തം ഉപേക്ഷിക്കേണ്ടി വന്നു. ഡോക്ടർ പറഞ്ഞത് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു ജോലിയും പറ്റാത്ത വിധം തടസ്സമുണ്ടാകുമെന്നാണ്. ഞരമ്പിന് ബലക്ഷയം ഉണ്ടാകാനുള്ള സാധ്യതയും ഡോക്ടർ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് 2009 നവംബർ 13, 14, 15 തീയതികളിൽ മാഞ്ചസ്റ്ററിൽ വെച്ചുള്ള ദൈവവചന ശുശ്രൂഷകളിൽ പങ്കുചേർന്നത്. ആ ദിവസത്തിൽ എങ്ങനെ ഇത്രയും സമയം ഇരിക്കും എന്ന ഭീതിയോടെയാണ് ഞങ്ങൾ ധ്യാനത്തിന് വന്നത്. എന്നാൽ ധ്യാനത്തിൽ വചനങ്ങൾ പ്രഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ വചനങ്ങളും കേട്ട് ഞങ്ങൾ ഇരുന്നു പോയി. പിറ്റേ ദിവസവും സാധാരണ പോലെ വന്നിരുന്നു. ധ്യാനം 3 ദിവസം കൂടി എൻ്റെ ഭർത്താവിൻ്റെ നടുവേദന പരിപൂർണമായും വിട്ടൊഴിഞ്ഞു പോയി. പിന്നീട് ഒരിക്കലും ഇന്ന് വരെ ആ നടുവേദന അലട്ടിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഭർത്താവ് ഡെയിലി 50 മിനിറ്റ് സൈക്കിൾ ചവിട്ടി ജോലിക്ക് പോകും. ഡെയിലി 50 മിനിറ്റ് തിരിച്ചും സൈക്കിൾ ചവിട്ടി ജോലി സ്ഥലത്ത് നിന്ന് ഭവനത്തിലേക്ക് മടങ്ങി വരും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. UK-യിലുള്ള മാഞ്ചസ്റ്റർ ദേശത്ത് നടന്ന വചന പ്രഘോഷണത്തിൽ പങ്കുചേർന്നപ്പോൾ ഈ കുടുംബത്തിലേക്ക് കർത്താവ് ചൊരിഞ്ഞ വലിയൊരു അത്ഭുത ഇടപെടലാണ് ഈ കുടുംബം ഷീജയും സണ്ണിച്ചേട്ടനും ചേർന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ദിവസവും രാവിലെയും വൈകുന്നേരവും മണിക്കൂറോളം സൈക്കിൾ ചവിട്ടിയാലും ഒരു വേദനയില്ലാത്ത വിധം 23 വർഷമായ നടുവിൻ്റെ വേദനയാണ് വചനം കേട്ടപ്പോൾ വചനത്തിൻ്റെ ശക്തിയാൽ ശരീരത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോയത്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനത്തിൽ സങ്കീർത്തന പുസ്തകം 29-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്, അത് അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. 2 കരങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് ഉയർത്തട്ടെ. ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിലേക്ക് ദൈവം തെരഞ്ഞെടുത്ത് പങ്കാളികളാക്കിയ
ഓരോ മകനിലും മകളിലും ഒരത്ഭുതം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, നാളുകളായി രോഗപീഠകളാൽ തകരുന്നവർ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് പാരമ്പര്യമായി ഈ കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ തകർച്ചാ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. വചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ, ബലിയർപ്പിക്കാൻ, ആരാധിക്കാൻ ഈ കുടുംബങ്ങളുടെ മേൽ വിശ്വാസത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. ഈ കുഞ്ഞുങ്ങളെല്ലാം വിശ്വാസാഭിഷേകം പ്രാപിക്കട്ടെ. ബാലികാ ബാലന്മാർ പരിശുദ്ധാത്മാ നിറയട്ടെ. യുവതി യുവാക്കന്മാർ വിശ്വാസാഭിഷേകം പ്രാപിക്കട്ടെ. കുടുംബനാഥന്മാരും കുടുംബനാഥകളും ഇപ്പോൾ വചനശക്തിയാൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, വചനമയച്ച് ഈ കുടുംബങ്ങളിൽ മെഡിസിൻ ഫലിക്കാത്ത രോഗങ്ങളിലേക്ക്, ഡോക്ടർമാർ ഉപേക്ഷിച്ച, മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ച, ഈ മരണം മാത്രമേ വഴിയുള്ളൂ എന്ന് ചിന്തിക്കുന്ന രോഗികളിലേക്ക് വചനശക്തി വ്യാപരിച്ച് ഇപ്പോൾ മരണക്കിടക്ക വിട്ട് ചാടി എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. സങ്കീർത്തന പുസ്തകം 31 അധ്യായം 12 തിരുലിഖിതം. ദൈവമേ, ഉടഞ്ഞ് ചിതറിയ ഒരു മൺപാത്രം പോലെയായി ഇതാ എൻ്റെ ജീവിതം തകർന്നിരിക്കുന്നു. രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. അവിടുന്ന് തകർച്ചകളെ ഉയർച്ചകളാക്കുന്ന ദൈവമാണ്. രോഗത്തെ സൗഖ്യമാക്കുന്ന രോഗികളുടെ നാഥനാണ് അവിടുന്ന്. കടബാധ്യതയിലേക്ക് അവിടുത്തെ ശക്തി വ്യാപരിച്ച് സാമ്പത്തിക തകർച്ച അവിടുന്ന് ഉയർച്ചയാക്കി മാറ്റിയ അനേക സംഭവങ്ങളുണ്ട്. രണ്ട് കരങ്ങൾ നന്നായി ഉയർത്തട്ടെ. മകനെ, മകളെ, നീ ഇന്ന് എന്ത് വേദനയാണോ ജീവിതത്തിൽ അനുഭവിക്കുന്നത്? ഉടഞ്ഞു ചിതറിയ ഒരു മൺപാത്രം പോലെയായി മാറിയ ജീവിതമാണോ? ഇതാ വിലാപത്തിന് ചാക്ക് വസ്ത്രം അഴിച്ച് ആനന്ദമണിയിക്കുന്ന കർത്താവ് കരങ്ങൾ ഉയർത്തി അവിടുത്തെ നാമത്തെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷം അവിടുത്തെ ശരീരത്തിൽ നിന്ന് അത്ഭുത ശക്തി രോഗികളുടെ മേൽ പ്രവഹിച്ചു കൊണ്ടിരിക്കട്ടെ. മാറാ രോഗങ്ങളുടെ കെട്ടുകൾ അവിടുത്തെ ശക്തിയാൽ ഇപ്പോൾ ഛിന്ന ഭിന്നമായി പോകട്ടെ. കൂടോത്രത്തിൻ്റെയും മന്ത്രത്തിൻ്റെയും എതിർ ശക്തികളുടെയും എതിർ പൂജകളുടെയും ക്രയാൽ ബന്ധിക്കപ്പെട്ട് വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് എല്ലാ അന്ധകാരത്തിൻ്റെ കോട്ടകളെയും യേശുവിൻ്റെ നാമത്തിൽ തകർക്കുന്നു. ഓ ദൈവമേ, രക്ഷപ്പെടാൻ വഴിയില്ലാത്ത വിധം നിരാശയും ആത്മഹത്യാ ചിന്തകളും വലിയ കലഹങ്ങളും സംശയങ്ങളും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ ചങ്ങലകളുടെയും യേശുവിൻ്റെ നാമത്തിൽ ഛിന്ന ഭിന്നമാക്കുന്നു. വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാരമ്പര്യ രോഗങ്ങൾ നീങ്ങട്ടെ. മക്കളില്ലാത്ത കുടുംബങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിശക്തി നിറയട്ടെ കർത്താവേ. ഓ ദൈവമേ, ഓർമ്മശക്തി പോയവരുടെ മേൽ ദൈവിക ശക്തി വ്യാപരിച്ച് ഇപ്പോൾ ഓർമ്മശക്തി പുനഃസ്ഥാപിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളും കാലുകളും അനക്കാൻ പറ്റാതെ കിടപ്പ് രോഗികളായി കട്ടിലിലും കസേരകളിലും ഇപ്പോൾ വേദനിച്ച് നിലവിളിക്കുന്ന ഓരോ മകനിലേക്കും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord